Hi friends, ഞാൻ ബിനുറാം. നിങ്ങൾക്കും ഒരു ഗ്രാഫിക് ഡിസൈനർ ആകാം. അതിനായി വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് ഓഫ് മീഡിയ. ഹലോ ഫ്രണ്ട്സ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം മലയാളത്തിൽ എന്ന യൂട്യൂബ് ക്ലാസ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോ റീടച്ചിങ്, അതായത് നമ്മുടെ ഫോട്ടോയിലൊക്കെയുള്ള സ്ക്രാച്ചസ്, അതുപോലെ തന്നെ ഡോട്ട്സ്, ഇതൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യാം, അതിനെ എങ്ങനെ കുറച്ചുകൂടെ കളർ ചെയ്തെടുക്കാം എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. നമുക്ക് മാക്സിമം സൂം ചെയ്തൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് കുറേ ഡോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഫേസിൽ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്മൂത്ത് ചെയ്തെടുത്തിട്ട് ഇതിനെ എങ്ങനെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കാം എന്നുള്ളത് ഏറ്റവും സിമ്പിളായ മെത്തേഡിൽ നമുക്കൊന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നമ്മൾ എടുക്കുക. ഇതിപ്പോൾ ഒരു ലെയറാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ Ctrl+J, അതല്ല എങ്കിൽ ലെയറിനകത്ത് ന്യൂ ലെയർ ബൈ കോപ്പി ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ലെയർ 1 ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പി കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു കോപ്പിയും കൂടി അങ്ങ് എടുക്കുക, Ctrl+J കൊടുത്തിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ലെയർ 1 കോപ്പിയുണ്ട്, ലെയറുണ്ട്, അതിനകത്ത് താഴെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിത് ഈ ബാക്ക്ഗ്രൗണ്ടിനെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്. എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെയറിനെ നമ്മളങ്ങ് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബ്ലർ അപ്ലൈ ചെയ്യാം. ബ്ലർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന ഈ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടൂളുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, ഇങ്ങനെ കുറച്ച് ടൂൾസ്. അതിനകത്ത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ നമ്മൾ ഉപയോഗിക്കാം. അതെടുത്തതിന് ശേഷം അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂടും. ഹാർഡ്നെസ് ജസ്റ്റ് ഒന്ന് കുറച്ചിടുക, അതിൻ്റെ സ്പേസിങ് കുറച്ചിടുക, ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് മുൻ ക്ലാസ്സുകൾ കാണാനായിട്ട് എല്ലാ പുതിയ വീഡിയോയുടെയും താഴെയായിട്ട് പഴയ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു സ്പോട്ട് ഹീലിംഗ് ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ സ്പോട്ട് ഇതൊന്ന് ചെറുതാക്കുകയാണ്. ചെറുതാക്കിയതിന് ശേഷം എൻ്റെ ബ്രഷിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി അതിനുശേഷം നമുക്കിതിപ്പോൾ ഈ ഒരു സ്പോട്ട് ഒരു ബ്ലാക്ക് പോയിന്റ് ആണ്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് കളയാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ഈ കാല പോലെയൊക്കെയുള്ള പോർഷൻസുകളൊക്കെ നമുക്ക് ജസ്റ്റ് ചെയ്ത് ഇതുപോലെ കളയാൻ പറ്റും. ഓക്കെ, ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസുകളൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, കുറേയൊക്കെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് തന്നെ നമുക്ക് സൂം ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറുതൊക്കെ ആണെങ്കിൽ ചെറിയ പോയിന്റ്സുകളൊക്കെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ പോയിന്റ്സുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്താക്കിയിട്ട് കളയും. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫിൽട്ടർ എന്ന് പറയുന്ന മെനു ബാറിൽ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫിൽട്ടറിൽ പോവുക, അതിൽ ബ്ലർ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഗേഷൻ ബ്ലർ എന്ന് പറയുന്നതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ഗേഷൻ ബ്ലർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു ബ്ലർ ഷേപ്പിൽ നമുക്ക് ആടിയിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ഇപ്പം ബ്ലർ നമ്മൾ 0.1 ഒക്കെ ആക്കിയാൽ പഴയ പോലെ തന്നെ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്യുക. ഓക്കെ, ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ലെയർ മാസ്ക് ചെയ്യുക. അപ്പോൾ അത് ഈ ഒരു ലെയറിനെ നമ്മൾ ലെയറിൽ നിന്ന് ലെയർ മാസ്ക് കൊടുത്ത് ഹൈഡ് ചെയ്യുക. ഓക്കെ, ഹൈഡ് ചെയ്യുമ്പോഴത്തേന് പഴയ പോലെ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തിട്ട് അതിൻ്റെയും സൈസ് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇതിനകത്ത് പ്രോപ്പർട്ടിക്കകത്ത് ബ്രഷിൻ്റെ സൈസ് ഉണ്ട്, അതിനുശേഷം അതിൻ്റെ ഹാർഡ്നെസ് ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയെ സൂം ചെയ്യുക. Ctrl+ കൊടുത്തിട്ട് സൂം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളിടത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ ബ്രഷ് ചെയ്യുന്ന ഭാഗം നന്നായിട്ട് സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒപ്പാസിറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് കുറച്ചൊക്കെ ഇടാം. ഓക്കെ, ഒപ്പാസിറ്റി ഒക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ആ ഒരു സ്മൂത്ത്നെസ് നമുക്കിവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ ആ ഫേസിനെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് സ്മൂത്ത് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വ്യത്യാസം.
ഓക്കെ, ബ്രഷിൻ്റെ സൈസൊക്കെ ഇച്ചിരി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷിൻ്റെ സൈസൊക്കെ ലേശം കുറയ്ക്കാം. അതിന് ശേഷം നമുക്ക് സ്മോൾ സൈസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ കറക്റ്റ് ഒരു സ്മൂത്ത് ആക്കിയിട്ട്, നമുക്കറിയാം മുമ്പേ നമ്മൾ കണ്ട ഫേസ് അല്ല, കുറച്ചുകൂടെ ഇത് സ്മൂത്ത് ആയിട്ടുണ്ട്. ഒരു നന്നായിട്ട് സ്മൂത്ത് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മെച്ച് ചെയ്യുക. നമുക്കറിയാം ഇത് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഇതായിരുന്നു നമ്മുടെ ഫേസ് എങ്കിൽ ഇതിപ്പോൾ കുറച്ചുകൂടെ സ്മൂത്താക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കളറൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നൊരു ടൂളാണ് ക്വിക്ക് മാസ്ക് മോഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാണും ക്വിക്ക് മാസ്ക് മോഡ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതിലാണ് നമ്മൾ സ്മൂത്ത് ചെയ്തിരിക്കുന്നത് അതിലല്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ കളർ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു സെലക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആദ്യമേ ഫേസിലാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യാം. മാസ്ക് എടുത്തതിന് ശേഷം ബ്രഷ് ടൂൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്മൂത്തും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ശേഷം നമ്മളതിലേക്ക് ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്യുക. പെയിൻറ്റ് മീൻസ് സെലക്ഷൻ ആണ്. നമ്മൾ ആ ഒരു ബ്രഷ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ സെലക്ഷൻ വേണ്ടത് ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സെലക്ഷൻ അത് നന്നായി മാക്സിമൈസ് ചെയ്യുക. മാക്സിമൈസ് ചെയ്തതിന് ശേഷം ആ സെലക്ഷൻ കൊടുക്കുക. കറക്റ്റായിട്ട് ബ്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെലക്ഷന് വെളിയിലും കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണോ സെലക്ഷൻ ചെയ്യേണ്ടത് അവിടെ നമ്മുടെ ബ്രഷിൻ്റെ സൈസൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ നമുക്കിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ഷൻ വേണ്ട സ്ഥലങ്ങളിൽ ഇവിടെ എണ്ണാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്കിതുപോലെ ചെറിയ സെലക്ഷനൊക്കെ കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു സെലക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ ഫേസിന് മാത്രമായിട്ട്. ഇനി ഈ മാസ്ക് നമ്മളൊന്ന് ഓഫ് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം ഒരു സെലക്ഷൻ പോലെ കിടപ്പുണ്ട്. അതിന് പുറത്തുള്ള ഭാഗവും സെലക്ഷനായിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഈ ഒരു ഫേസിൽ മാത്രം മതി നമുക്ക് സെലക്ഷൻ. അവിടെയാണ് നമ്മൾ ഈ കളറൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് പുറമേയുള്ള സെലക്ഷൻ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സെലക്ട് എന്ന് പറയുന്ന മെനുവിൽ നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് ഷിഫ്റ്റ് കൺട്രോൾ ഐ അതിവിടെ ഇവിടെ വലത് സൈഡിൽ തന്നെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് നമുക്ക് ഇൻവേഴ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വെളിയിലുള്ള സെലക്ഷൻ പോയിട്ടുണ്ട്, അകത്ത് മാത്രമായി സെലക്ഷൻ. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയർ ന്യൂ ഫിൽ ലെയർ സോളിഡ് കളർ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ ടൂൾ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ സെലക്ഷനകത്ത് ജസ്റ്റ് സോളിഡ് കളർ കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോർമൽ മോഡ്, ഇപ്പം നമ്മളൊരു ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ കളറായിട്ടേ വരത്തുള്ളൂ. നമുക്ക് മോഡ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ലൈറ്റ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിൽ ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ചേഞ്ചിൽ. അപ്പോൾ അതിനെ നമുക്കൊരു കളറിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വൈറ്റ് പോർഷനിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കും. നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഹാർഡ്നെസ്സിൻ്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് ആ ഒരു കളർ മോഡൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഫേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു കളർ തീം നമുക്കിപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നന്നായിട്ടുള്ള ഒരു ഭാഗത്തെ കളറാണെങ്കിൽ ആ കളറിലേക്ക് വരും. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ നമുക്കവിടെ ചേഞ്ച് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം പഴയുള്ള ഒരു കളറും ഈ ഒരു കളറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്കിപ്പം ഈ ഒരു ഓപ്ഷൻ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഇതായിരുന്നു.
അപ്പോൾ ഓരോ ലെയറും മാറ്റുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു കളറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് കളറിൻ്റെ റേഷ്യോ അനുസരിച്ച് നമുക്ക് വെളിയിൽ നിന്നുള്ളൊരു ഇമേജിൻ്റെ കളർ വെച്ചിട്ട് നമുക്കിതുപോലെ ഇതിനെ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലെയർ ഇതാണ്, വലത് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ കൺട്രോൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ ആ സെലക്ഷൻ കിട്ടും. ഇത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ കിട്ടും. നമുക്കിപ്പോൾ ഇച്ചിരി സ്മൂത്ത്നെസ് ഒക്കെ കൂടിപ്പോയത് കൊണ്ട് നമ്മൾ ജസ്റ്റ് സെലക്ഷനൊക്കെ മാറിവിട്ടുണ്ട്. കറക്റ്റ് ഫേസ് കറക്റ്റായിട്ട് ഇച്ചിരി ഹാർഡായിട്ടൊക്കെ നമ്മൾ ബ്രഷ് എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ക്ലിയർ ആയി കിട്ടും. ഇതിപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പോർഷൻസും നമുക്ക് ചെയ്യാം. ഇപ്പം ഇതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ലിപ്സ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ക്വിക്ക് മാസ്ക് മോഡ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഹാർഡ്നെസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓക്കെ കറക്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പോകും. ബ്രഷാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്, മാസ്ക് മോഡിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. മാസ്ക് മോഡ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോർഗ്രൗണ്ട് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഏകദേശം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെവലിൽ വരണം. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ സെലക്ഷൻ മാസ്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വീണ്ടും നമ്മൾ ചെയ്ത പോലെ ലെയർ, ന്യൂ ഫിൽ ലെയർ, സോളിഡ് കളർ കൊടുക്കാൻ പറ്റും. സോളിഡ് കളർ ലെയർ, ന്യൂ ഫിൽ ലെയർ, സോളിഡ് കളർ. അവിടെ നമ്മളൊരു സോഫ്റ്റ് ലൈറ്റ് ആയിട്ട് നമ്മൾ മൂഡ് ചെയ്യുക, പിന്നെ ഓക്കെ കൊടുക്കുക. ഇപ്പം നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ സെലക്ഷൻ വന്നപ്പോൾ ഓക്കെ ഇതിൻ്റെ പുറമേ ഒരു സെലക്ഷൻ ഉണ്ട് അല്ലേ. ഈ സെലക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്റ്റിൽ ഇൻവേഴ്സ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ഫേസ് കൊടുത്തപ്പോൾ അപ്പോൾ അത് പോയതിന് ശേഷം അല്ലെങ്കിൽ അതിലേക്കും ആ കളർ അപ്ലൈ ആവും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഈ കളർ സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതിൽ ചെയ്യുന്ന സമയത്ത് ലെയർ, ന്യൂ ഫിൽ ലെയർ, സോളിഡ് കളർ കൊടുക്കുക. അവിടെ സോഫ്റ്റ് ലൈറ്റ് കൊടുത്തു, ഓക്കെ കൊടുക്കുക. അതിനുശേഷം അവിടെ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ആ ഒരു കളർ ചേഞ്ച് സംഭവിക്കും. അത് നമുക്ക് ആവശ്യമുള്ള കളർ ഏതാണോ ആ കളർ നമുക്കവിടെ കളർ ലൈബ്രറീസിലോ ഒക്കെ കൊടുത്തിട്ട് ഏത് കളറാണ്, ഏത് ലിപ്പിൻ്റെ ഏത് കളറാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഒപ്പാസിറ്റിയൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു മോഡേൺ രീതിയിലൊക്കെ എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ നമുക്ക് ഇച്ചിരി കുറയ്ക്കാം. കുറച്ചുകൂടെയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിക്സിങ് ആയിട്ടൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ പോർഷനെയും വേണമെങ്കിൽ നമുക്ക് ക്വിക്ക് മാസ്ക് മോഡ് വെച്ചിട്ട് ക്ലിയർ ആക്കി എടുക്കാം. ഇനി ഒരു കാര്യം, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തപ്പം നമ്മൾ ഫേസ് മാത്രമാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫോട്ടോയെ സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ പോർഷനും. അത് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഉണ്ടായിരുന്ന ഇതെന്താണെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇത് ഇമേജ്. അതിനുശേഷം നമ്മളതിനെ ചെയ്ത മാറ്റങ്ങളാണ് ഓരോന്നായിട്ട് വന്നിരിക്കുന്നത്. ഫേസ് കളറ് ആഡ് ചെയ്തിട്ടുണ്ട്, സ്മൂത്ത് ആക്കിയിട്ടുണ്ട്, അതിനുശേഷം കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലിപ്പ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലിപ്പ് കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോയെ നമുക്ക് നമ്മുടേതായ രീതിയിൽ റീടച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം മൊബൈലിലൊക്കെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഫോട്ടോയിൽ തന്നെ നമുക്ക് ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് സ്മൂത്തൊക്കെ ചെയ്ത് കളറൊക്കെ ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഇമേജസിനെ ഇതുപോലെ കളറൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിനകത്തുള്ള എക്സ്പീരിയൻസ് കൂടും. നല്ല രീതിക്ക് നമുക്ക് ഫോട്ടോസിനെ റീടച്ച് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. തുടർന്നുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.